Okay, let us start. Keynesian psychological law of consumption. What is psychological law of consumption? നമ്മൾ ഓൾറെഡി സംസാരിച്ചു. കെയ്ൻസ് postulates, that means we have already talked Keynesian consumption function that discusses direct and linear relationship between income and consumption. ഓക്കെ, അതാണ് കെയ്ൻസ് പറയുന്നത്. കെയ്ൻസ് പറയുന്നത് ഇൻകം കൺസംഷനും ഡയറക്റ്റ് അത് മാത്രമല്ല ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഫങ്ഷൻ? ഓക്കെ, കെയ്നീഷ്യൻ ലോ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കെയ്ൻസ് അക്കോർഡിംഗ് ടു ദ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഫങ്ഷൻ. ഇനി കെയ്ൻസിൻ്റെ ആ കൊട്ടേഷൻ തന്നെ വാക്കുകൾ അതുപോലെയാണ് ഈ ടെക്സ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. മെൻ ആർ ഡിസ്പോസ്ഡ് ആസ് എ റൂൾ ആൻഡ് ഓൺ ദി ആവറേജ് to increase their consumption as their income increases, but not by as much as the increase in their income. എന്ന് പറഞ്ഞാൽ മനുഷ്യർ എപ്പോഴും എന്താണ് ഡിസ്പോസ്ഡ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഓൺ ആവറേജ് ടു ഇൻക്രീസ് ദെയർ കൺസംഷൻ ആസ് ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ കൺസംഷൻ വർദ്ധിപ്പിക്കുന്നു. ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ദ ഇൻക്രീസ് ഇൻ ദെയർ ഇൻകം. നമ്മുടെ ഇൻകം വർദ്ധിക്കുന്ന അതേ പ്രപ്പോർഷൻ ഒരിക്കലും കൺസംഷനിൽ വർധനവ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ തിയറിയെ പറയുന്ന പേരാണ് സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ. ഓക്കെ, നമ്മുടെ ഒരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫങ്ഷൻ, ഇൻകം ഇൻക്രീസസ്, consumption also increases, but increase in consumption is always less than proportionate increase in income. ഇൻകം വർദ്ധിച്ചാൽ കൺസംഷൻ വർദ്ധിക്കും. പക്ഷേ കൺസംഷനിൽ ഉണ്ടാകുന്ന വർധനവ് കാരണമായിട്ടുള്ള ഇൻകം കാരണമായിട്ടുള്ള വർധനവ് ഒരിക്കലും ഇൻകത്തിൻ്റെ അതേ പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കില്ല. പക്ഷേ ഇൻകം വർദ്ധിക്കുന്നതിനേക്കാൾ ചെറിയ പ്രൊപ്പോർഷനേറ്റ് വർധനവാണ് ഉണ്ടാകുക. ദാറ്റ് ഈസ് കാൾഡ് Keynesian fundamental psychological of consumption. Okay, that means income increases, consumption also increases, but increase in consumption is always less than proportionate to increase in income. That is called Keynesian psychological of consumption. That means MPC is always less than 1. ഇൻകം 100 രൂപ കൂടിയ കൺസംഷൻ 80 വർദ്ധിക്കുള്ളൂ. ഇൻകം 100 കൂടി ഒരിക്കലും കൺസംഷൻ 100 വർദ്ധിക്കില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. ദാറ്റ് മീൻസ് MPC is always less than proportionate, less than 1. ഓക്കെ, ഇനി അപ്പോൾ കൺസംഷൻ കൺസിസ്റ്റ് ഓഫ് 3 റിലേറ്റഡ് പ്രൊപ്പോസിഷൻ. അപ്പോൾ കൺസംഷനായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട പ്രൊപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, വെൻ ടോട്ടൽ ഇൻകം ഇൻക്രീസ് അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിൽ ആൾസോ ഇൻക്രീസസ് ബട്ട് ബൈ എ സ്മാളർ എമൗണ്ട്. ഇൻകം വർദ്ധിക്കുന്നതിന് അതേ പ്രൊപ്പോർഷൻ ഒരിക്കലും കൺസംഷനിൽ വർദ്ധിക്കില്ല. അതിനേക്കാൾ ചെറിയ എമൗണ്ട് വർധന ഇൻകത്തിൽ കൺസംഷനിൽ ഉണ്ടാവും. ആൻഡ് ഇൻക്രിമെൻറ്റ് ഓഫ് ഇൻകം വിൽ ബി ഡിവൈഡ് ഇൻ ടു സം പോർഷൻ ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇൻകം വർദ്ധിച്ചാൽ അതിൻ്റെ വർധനവിൻ്റെ ഒരു പോർഷൻ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, മറ്റൊരു പോർഷൻ നമ്മൾ ചെയ്യുന്നത് സേവിങ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇൻകത്തിൻ്റെ അതേ അളവ് കൺസംഷനിൽ വർധനവ് ഇല്ലാത്തത്. പിന്നെ മൂന്നാമതോ, ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ബോത്ത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ് ദാൻ ബിഫോർ. ഇൻകം വർദ്ധിച്ചാൽ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായാൽ അത് കൺസംഷനിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഒരുപോലെ വർധന ഉണ്ടാക്കുന്നു. ഓക്കെ, ഓൾ ദിസ് മീൻസ് ദാറ്റ് കൺസംഷൻ എസെൻഷ്യലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം and that income receipts have a tendency to spend less on consumption than increment in income. കൺസംഷൻ എപ്പോഴും ഇൻകത്തെ സ്വാധീനിക്കുന്നു, പക്ഷേ ഇൻകം ഒരിക്കലും ഇൻകം റെസിപ്റ്റിനനുസരിച്ചുള്ള അതേ ടെൻഡൻസി ഒരിക്കലും സ്പെൻഡിങ്ങിൽ ഉണ്ടാവില്ല. അത് എപ്പോഴും ഇൻകത്തിലുണ്ടാവുന്ന വർധനയേക്കാൾ ചെറിയ എമൗണ്ടേ കൺസംഷനിൽ വർധന ഉണ്ടാവുള്ളൂ. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ലോ കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫങ്ഷൻ? അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ എന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ ദാറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാധാന്യം അത് പറയുന്നുണ്ട്. Keynesian psychological of consumption identify the failure of people to spend the entire increase in income on consumption.
ഓക്കെ. അപ്പോൾ എന്താണത് ഈ സൈക്കോളജിക്കൽ ഓഫ് പറയുന്നത്? അത് ശരിക്കും എന്താ വെച്ചാൽ ഇന്ന് ജനങ്ങളുടെ ഫെയിലിയർ അല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ നമ്മുടെ ഇൻകം വർദ്ധിക്കുന്ന അതേ എമൗണ്ട് നമുക്കുള്ള കയ്യിൽ ഒരു 100 രൂപ വർദ്ധിച്ചാൽ ആ 100 രൂപ നമ്മൾ ഒരിക്കലും ചെലവാക്കുന്നില്ല കൺസംഷൻ എന്നുള്ളത് കാണിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് റിസൾട്ട് is a gap. The result is a gap between income and consumption. അപ്പോൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന അതേ ഇൻക്രിമെൻ്റ് ഒരിക്കലും കൺസംഷനിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇഫ് ദിസ് ഗ്യാപ്പ് ഈസ് നോട്ട് ഫിൽഡ് ദ എക്കോണമി വിൽ ഫേസ് ദ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്കോണമി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കെയ്നീഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻകം കൺസംഷൻ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ MPC <1 ആയതാണ് കാരണം. ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻകം കൺസംഷൻ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാവും അക്കോർഡിംഗ് ടു കെയ്ൻ. സിൻസ് ദ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് എ സ്റ്റേബിൾ, ദ ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ക്യാൻ ബി ഫിൽഡ് ഓൺലി ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മുഖേന ഇൻകം കൺസംഷൻ്റെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ എക്കോണമി ഷുവറാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. ദസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ക്രൂഷ്യൽ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. അതുകൊണ്ട് തന്നെ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം ഡിറ്റർമിനേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ക്രൂഷ്യൽ. കാരണം ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യമാണ് ആക്ച്വലി ഈ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ കാണിക്കുന്നത്. പിന്നെ പോസിബിലിറ്റി ഓഫ് ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അനദർ ഇംപ്ലിക്കേഷൻ ഓഫ് കെയ്നീഷ്യൻ ലോ ഈസ് ദാറ്റ് there can be general overproduction and mass unemployment in an economy. അപ്പോൾ ഇത് ഈ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ പറയുന്നത് ഈ എക്കോണമിയിൽ എന്താണ് ഒരു ജനറൽ ഓവർ പ്രൊഡക്ഷനും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ പറയുന്ന പോലെയല്ല, ക്ലാസിക്കൽസ് പറയും ദർ ഇസ് നോ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. പക്ഷേ ഈ കെയ്ൻസ് പറയുന്നത് MPC <1 ആണ്, അല്ലെങ്കിൽ ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് there should be the problem of general overproduction and mass unemployment. Okay, since marginal propensity to consume is always <1, നമുക്കറിയാം ഒന്നിനേക്കാൾ താഴെയാണ്. അപ്പോൾ the entire output produced is not sold in the market. അത് കാരണം അപ്പോൾ മാർക്കറ്റ് MPC = 1 ആണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് മാർക്കറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഔട്ട്പുട്ടും അത് സോൾഡ് ചെയ്യും. പക്ഷേ ഈ MPC <1 ആയതുകൊണ്ട് സം പാർട്ട് ഓഫ് ദെയർ ഇൻകം people are used for saving. Okay, user are saving. അത് കാരണം the entire output producing is not sold in the market. മാർക്കറ്റ് ഒരിക്കലും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനവും പിന്നെ സെയിൽ ചെയ്യാൻ കഴിയില്ല. Thus supply exceeds demand leads to general over production and mass unemployment. അങ്ങനെ കംപ്ലീറ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സപ്ലൈ എക്സീസ് ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടും. അപ്പം എക്സസ് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും, ജനറൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ മാസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ഗ്യാപ്പ് വരാൻ കാരണം ഇൻകം കൺസംഷൻ ഗ്യാപ്പാണ്. അപ്പോൾ എക്കോണമിയിൽ പോസിബിലിറ്റി ഓഫ് ഓവർ പ്രൊഡക്ഷനും മാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് ഇത് കാണിക്കുന്നത്. 3, ഡിക്ലൈനിങ് ടെൻഡൻസി ഓഫ് ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഇതുമായിട്ട് ജനറൽ ഓവർ പ്രൊഡക്ഷനും മാസ് അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ്റെ ഇംപ്ലിക്കേഷനാണ്. ഡിക്ലൈനിങ് ടെൻഡൻസി ഓഫ് ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു ദ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. as income increases, consumption increases but less than proportionate increase in income. The result അങ്ങനെ ആയാൽ MPC <1 ആയാൽ the result is a fall in demand for consumer goods. ജനങ്ങൾ അവരെ കിട്ടുന്ന ഇൻകത്തിലുണ്ടാകുന്ന വർധനവിൻ്റെ ഒരു പോർഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്തിട്ടില്ലെങ്കിൽ അത് മാർക്കറ്റിലുണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടല്ലോ, കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടും. കാരണം എന്താ, ജനങ്ങൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നല്ല, പൈസ സേവ് ചെയ്ത് വെക്കണം. അപ്പം ദ പ്രൊഡ്യൂസേഴ്സ് അതുകൊണ്ട് എന്ത് ചെയ്യും? ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് വിൽ റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്. ഉൽപ്പാദകർ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കുറക്കും. ഓട്ടോമാറ്റിക് റിസൾട്ട്സ് ഇൻ എ ഡിക്ലൈൻ ഇൻ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം എന്താണ്? കൺസ്യൂമേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ മെഷീനറീസും വേണം. മെഷീനറീസിന് കൺസ്യൂമർ ഡിമാൻഡ് ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് മെഷീനറീസിൻ്റെ ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അങ്ങനെ കുറഞ്ഞാൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ടെൻഡ് ടു ഡിക്ലൈൻ. MEC റിട്ടേൺ ടു ക്യാപിറ്റലിന് കിട്ടുന്ന റിട്ടേൺ ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ.
അത് കുറയും. when the demand for capital good is discouraged. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ റിട്ടേൺ ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. അത് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് MEC കുറയും, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറയും. ഓക്കെ, അപ്പോൾ thus the declining tendency of marginal efficiency of capital could be attributed to the failure of the propensity to consume to rise. അതാണ് MPC less than 1 ആയതാണ് എന്തിന് കാരണം? ഡിക്ലൈനിങ് ടെൻഡൻസി ഓഫ് മാർജിനൽ propensity to consume. അപ്പോൾ ഈ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ MPC ലെസ് ദാൻ 1 ആയാൽ, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദെയർ ഇൻകം ജനങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങിയാൽ കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കുറയും. കൺസ്യൂമർ ഡിമാൻഡ്സ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ ഗുഡ്സിന് ഡിമാൻഡ് കുറയും. ക്യാപിറ്റൽ ഗുഡ്സിന് ഡിമാൻഡ് കുറഞ്ഞാൽ മാർജിനൽ എഫിഷ്യൻസി അല്ലെങ്കിൽ റിട്ടേൺസ് ടു ക്യാപിറ്റൽ കുറയും. റിട്ടേൺ ടു ക്യാപിറ്റൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എന്തുകൊണ്ടാണ് കുറയുന്നത്? എന്തുകൊണ്ടാണ് കുറയാൻ കാരണം? Because MPC is less than 1. People are not spending, people are saving. That is the saving leads to decay of marginal efficiency of capital. Okay. Another danger of permanent over saving gap. The psychological law points out the danger of a permanent over saving gap. ഓവർ സേവിങ് ഗ്യാപ്പ് ഇതിൻ്റെ ആവശ്യമില്ല. ഈ 3 പോയിന്റുകൾ പഠിച്ചാൽ മതി കേട്ടോ. വേണമെങ്കിൽ പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ച് ഇത് പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു സാധനമാണിത്. ഓക്കെ, ഡേഞ്ചർ ഓഫ് പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പ്. സെയിം സാധനം തന്നെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലത്. അപ്പോൾ നിങ്ങൾ ഈ 3 ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 4ാമത്തെ ഇതായിട്ട് വരുന്ന സബ് തന്നെയാണ് സാധനം, വെറും റിപ്പീറ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ. ഓക്കെ, നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ. ഇതെന്താ വെച്ചാൽ ഇത് എന്താണ് മൾട്ടിപ്ലയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതും ഇവിടെ ആയിട്ട് വലിയൊരു കണക്ഷൻ ഇല്ലാത്തതാണ്. പക്ഷേ ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ്റെ 3 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പോസിബിലിറ്റി ഓഫ് ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, 3 ടെൻഡൻസി ഓഫ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഇത് 3 മതി. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ പോയിന്റ് ആക്കി ജസ്റ്റ് ഡേഞ്ചർ ഓഫ് പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പ് എന്ന് എഴുതിക്കോ. പിന്നെ അതുപോലെ നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ, മൾട്ടിപ്ലയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ, അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ 4 പോയിന്റ് നിങ്ങൾ എഴുതണം. ഒന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ജനറൽ ഓവർ പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റി, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറയുക, 4 ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ കെയ്നീഷ്യൻ ഒരു എക്കോണമിയിലുള്ള ബിസിനസ് സൈക്കിൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം MPC ലെസ് ദാൻ 1 ആയതുകൊണ്ടാണ്. അത് തന്നെയാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബിസിനസ് സൈക്കിൾ, ബൂം, ഡിപ്രഷൻ, റിക്കവറി. അപ്പോൾ നമ്മുടെ എക്കോണമി ചില സമയത്ത് ബൂം, ഇപ്പോൾ നമ്മൾ ക്രൈസിസിലാണ് അല്ലെങ്കിൽ ഡിപ്രഷനിലാണ് ഇപ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിക്കവറി സ്റ്റേജാണ്, പിന്നെ ബൂമോ പിന്നെ ഡൗൺവേർഡിലോട്ട് പോകും. അങ്ങനെ ഒരു വി ആർ മൂവിങ്, അവർ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ മൂവിങ് ഇൻ ഡിഫറെൻറ്റ് ഫേസസ്. ഓക്കെ, ബൂം, റിക്കവറി, ബൂം, റിസഷൻ, റിക്കവറി, ബൂം, റിസഷൻ, റിക്കവറി, ഈ രൂപത്തിൽ അങ്ങനെ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻകം സേവിങ്സ് ഗ്യാപ്പ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഡേഞ്ചർ ഓഫ് പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പും നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷനും അതൊരു ലെസ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് മറ്റു പോകുന്ന പോയിൻറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയാൽ മതി നിങ്ങൾ. പിന്നെ വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ, നമ്മുടെ ഒരാളുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എക്കോണമിയുടെ കൺസംഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ്. ഒന്ന് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആർ ഫാക്ടേഴ്സ് subjective factors are psychological factors, okay, which affect the willings to buy goods. അപ്പോൾ അങ്ങനത്തെ ഫാക്ടേഴ്സിനെ പറയുന്നതാണ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഫാക്ടേഴ്സാണ്. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് that affects the വില്ലിങ്സ് ടു ബൈ ഗുഡ്സ്, കമ്മോഡിറ്റി അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഏതെല്ലാം വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്?
അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ബൈയിങ് ആക്ടിവിറ്റീസ് ഓഫ് കൺസ്യൂമർ. ഫസ്റ്റ് സബ്ജക്റ്റീവ് ഫാക്ടർ പ്രിക്കോഷൻ സേവിങ്, പ്രിക്കോഷണറി സേവിങ്സ്. ഓക്കെ, അങ്ങനെ ഇതിൽ പ്രിക്കോഷൻ സേവിങ് എന്ന് പറയുന്നത് പ്രിക്കോഷണറി സേവിങ്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പീപ്പിൾ ആർ കീപ്പിംഗ് സം എമൗണ്ട് വിത്ത് ദം ഫോർ പ്രിക്കോഷണറി പർപ്പസ്. ഓക്കെ, ഭാവിയിൽ നമ്മൾ എന്താ വെച്ചാൽ വെൽത്ത് സ്വരൂപിക്കുക എന്നുള്ള ഒരു പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി, അത് ഇൽനെസ്, അസുഖം, ഇങ്ങനെയൊക്കെ നമ്മൾ പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തും. നമ്മൾ കയ്യിൽ കുറച്ച് പൈസ വെക്കും. ദാറ്റ് ഈസ് പ്രിക്കോഷണറി മോട്ടീവ്സ്, അല്ലെങ്കിൽ പ്രിക്കോഷണറി സേവിങ് എന്ന് പറയും. അതാണ് അത് പ്രിക്കോഷണറി സേവിങ്സ് കൂടിയാൽ, ഇപ്പോൾ അസുഖം വരും, അല്ലെങ്കിൽ ഇഞ്ചുറി, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം വരും എന്ന് കരുതി കുറേ പൈസ എടുത്ത്, അപ്പോൾ അത് കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ കൂടും. ഓക്കെ, പ്രിക്കോഷണറി സേവിങ്സ് ഈസ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടർ. സെക്കൻഡ്, ഫോർസൈറ്റ് സേവിങ്. ഓക്കെ, ഫോർസൈറ്റ് അപ്പോൾ എന്താ വെച്ചാൽ ഫ്യൂച്ചർ കൺസംഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ PF, ഓൾഡ് ഏജ്, അതുപോലെ ഫാമിലി, എഡ്യൂക്കേഷൻ, അങ്ങനെ PF കുറേ എമൗണ്ട് ഇടും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, വയസ്സായാൽ എന്നെ ആര് നോക്കും അങ്ങനെ ഒരുപാട് ഒരു ഫോർസൈറ്റ് ഉണ്ടാവും. നമുക്ക് ഭാവിയിൽ നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? ചെറിയ എമൗണ്ട് കീപ്പ് ചെയ്യുന്നു. അതിനെ പറയുന്ന ഫോർസൈറ്റ് സേവിങ്. അപ്പോൾ ഫോർസൈറ്റ് സേവിങ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റീവ് ഫാക്ടർ. 3, കാൽക്കുലേഷൻ. ഡിസൈർ ടു എൻജോയ് ഹൈ ലെവൽ ഓഫ് കൺസംഷൻ അറ്റ് ഫ്യൂച്ചർ ടൈം മോട്ടിവേറ്റ്സ് പേഴ്സൺ ടു സേവ് ആസ് പാർട്ട് ഓഫ് ദെയർ ഇൻകം ആൻഡ് ലെൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ഇൻട്രസ്റ്റ്. അപ്പോൾ ഭാവിയിൽ ഈ കാൽക്കുലേഷൻ, ഭാവിയിൽ കുറേ നല്ലൊരു ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കരുതി നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക, ക്യാഷ് സൂക്ഷിച്ച് വെക്കുക, കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിൽ സേവ് ചെയ്ത് ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ബാങ്കിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിപെൻഡൻസ്, സ്വന്തം കാലിൽ കുറേ ക്യാഷൊക്കെ ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് കുറേ പേര് എന്ത് ചെയ്യുന്നു? ക്യാഷ് കയ്യിൽ വെക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ എൻ്റർപ്രൈസസ്. ഓക്കെ, അപ്പോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് പീപ്പിൾ ആർ കീപ് സം എമൗണ്ട് വിത്ത് സ്പെക്കുലേറ്റീവ് പർപ്പസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസ്, ഭാവിയിൽ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ഏർണിങ്സ് തുടങ്ങണം എന്നുള്ള ലക്ഷ്യത്തിൽ കയ്യിൽ വെക്കുന്ന എമൗണ്ട്, അതാണ് എൻ്റർപ്രൈസസ്. ദാറ്റ് ഈസ് അനദർ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. പിന്നെ പിന്നെന്താണ്? പിന്നെ പ്രൈഡ്. എന്താ പ്രൈഡ് എന്ന് പറയുന്നത്? പ്രൈഡ് വലിപ്പം, അല്ലെ പൊങ്ങച്ചം കാണിക്കുക. ഓക്കെ, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി പ്രൈഡ് മേ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ടു സേവ് സം ഓഫ് ഹിസ് ഇൻകം സോ ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു ലീവ് ദ ഇൻഹെറിറ്റൻസ്. അപ്പോൾ പൊങ്ങച്ചം ഉണ്ടായാലും നമുക്ക് സേവിങ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അവറൈസ്. എന്താണ് അവറൈസ് എന്ന് പറഞ്ഞാൽ? അത്യാർത്തി. ഓക്കെ, അത്യാർത്തി ഉണ്ടല്ലോ. ഓക്കെ, അത്യാഗ്രഹം. അപ്പോൾ ഇൻഡിവിജ്വൽ മേ ബി എ മൈസർ സേവ് എ പാർട്ട് ഓഫ് ഹിസ് ഇൻകം ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് സേവിങ്. ചില ആർത്തി പണ്ടാരങ്ങളുണ്ട് ഇതേപോലെ. ഓക്കെ, അവരെ പറഞ്ഞ പേരാണ് അവറൈസ്. അപ്പോൾ അവറൈസും അതുപോലെ തന്നെ പ്രൈഡ്, ഇതൊക്കെ എന്താണ്? ഈ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും, ജസ്റ്റ് പോയിന്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, എന്നാലും മാർക്ക് കിട്ടും. സം അതർ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആർ സോഷ്യൽ പ്രഷർ. ഓക്കെ, ഇതും സൈക്കോളജിക്കൽ ഫാക്ടർ. ദർ അതർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ അഡീഷൻ ടു ഈ മുകളിൽ പറഞ്ഞ ഇതിനേക്കാൾ കുറച്ച് അധികമായിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഒന്ന്, സോഷ്യൽ പ്രഷർ. ഇൻഡിവിജ്വൽ മേ അലോക്കേറ്റ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ ഇൻകം ടു കൺസംഷൻ ബിക്കോസ് ഓഫ് നെസസറി ഓഫ് മെയിൻറ്റെയിനിങ് ദെയർ പൊസിഷൻ ഇൻ ടു സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർക്കൊരു നല്ലൊരു പൊസിഷൻ, അപ്പോൾ സൊസൈറ്റിയിൽ ഒരു നല്ലൊരു പൊസിഷൻ കിട്ടാൻ വേണ്ടി കൂടുതൽ അവർ ചിലവാക്കുന്നു. അങ്ങനെ കുറേ ടീമുണ്ട്. സോഷ്യൽ പ്രഷർ, പൈസ ഉണ്ടാവില്ല കയ്യിലൊന്നും, എന്താണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ടീമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ഫോർ മെയിൻറ്റെയിനിങ് ദ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷൻ വരുത്താൻ വേണ്ടി നന്നായിട്ട് ചിലവാക്കുക. ആഡംബര പിന്നെ കൺസംഷനും ലക്ഷറി കൺസംഷനും മറ്റുമൊക്കെ പിന്നെ ഉണ്ടാക്കുന്നു. പിന്നെ
consumer expectation about the future income and commodity prices may also influence. ഭാവിയിൽ ഇൻകം കൂടും കുറയും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രസൻറ്റ് കൺസംഷനെ കൂടുകയും കുറയും ചെയ്യും. അതുപോലെ ഭാവിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൈസ് കൂടുകയും ചിലവ് കുറയോ എന്നുള്ളത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് കൺസംഷന് മാറ്റം വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കെയ്നീഷ്യൻ എക്കണോമിക്സിൽ എക്സ്പെക്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ഫ്യൂച്ചർ ഇൻകം ആയാലും ഫ്യൂച്ചർ പ്രൈസ് ആയാലും ആ എക്സ്പെക്റ്റേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻഡിവിജ്വൽ. പിന്നെ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ അനുകരിക്കുക. ഓക്കെ, ദ ടെൻഡൻസി ഓഫ് ദ ലോ ഇൻകം ഹൗസ് ഹോൾഡ് ടു ഇമിറ്റേറ്റ് ദ കൺസംഷൻ ഹാബിറ്റ്സ് ഓഫ് ഹയർ ഇൻകം ഹൗസ് ഹോൾഡ് ഈസ് നോൺ ആസ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. പാവങ്ങളാണ്, പക്ഷേ തൊട്ടടുത്ത വീട്ടുകാരെന്താണ്, പണക്കാരാണ്, അവർ ചെയ്യുന്ന പോലെയൊക്കെ നമ്മളും ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, ഇമിറ്റേഷൻ ഓഫ് അതേഴ്സ്. വി ആർ ആക്ച്വലി ലോ ഇൻകം ഹൗസ് ഹോൾഡ് ബട്ട് വി ആർ ഇമിറ്റേറ്റിംഗ് അവർ നൈബേഴ്സ് ഹു ആർ ഹൈ ഇൻകം household. Okay, that phenomena is called demonstration effect. ഈ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഡെവലപ്പ് ചെയ്ത ഡ്യൂസൻബെറിയാണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് നമ്മുടെ കൺസംഷനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ത്രിഫ്റ്റ്? If people suddenly change their attitude toward thrift, aggregate consumption function be also. Thrift എന്ന് പറയുന്നത് മിതവ്യയം, അല്ലെങ്കിൽ പറയുന്നത് കുറച്ച് ചെറിയ രൂപത്തിൽ ചിലവാക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ത്രിഫ്റ്റ്. ഓക്കെ, മൈസർ എന്ന് പറയുന്ന രൂപത്തിന് മറ്റൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളെ ചിലവാക്കാൻ മടിയില്ല ആളുകൾ. ഓക്കെ, അവരും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൺസംഷനെ സ്വാധീനിക്കും. ഇനി ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടർ. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഒന്ന് പ്രിക്കോഷണറി മോട്ടീവ്സ് അല്ലെങ്കിൽ പ്രിക്കോഷണറി സേവിങ്, ഫോർസൈറ്റ് സേവിങ്, കാൽക്കുലേഷൻ, ഇൻഡിപെൻഡൻസ്, എൻ്റർപ്രൈസസ്, പ്രൈഡ്, അവറൈസ്, സോഷ്യൽ പ്രഷർ, കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, ത്രിഫ്റ്റ്. വേണമെങ്കിൽ ഈ പോയിന്റ്സ് എഴുതുമ്പോൾ ഒരു ഒറ്റ ലൈനിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തോളൂ. ജസ്റ്റ് ഒന്നിട്ട് നിങ്ങളുടേതായ ലാംഗ്വേജ് ഇതേപോലെ കോപ്പി അടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായത് ജസ്റ്റ് ഓരോ പോയിന്റ്സ് ഒരു ലൈനിൽ എഴുതുക, ഒറ്റ ലൈനിൽ, അധികം കൂടുതലൊന്നും വേണ്ട. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്താണെന്ന് എഴുതുക. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആർ ദ സൈക്കോളജിക്കൽ ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടർ, ദേ ആർ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് എഴുതുക. വേണമെങ്കിൽ അതിന് താഴെ ഒരു ലൈനിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തോട്ടോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റീവ് ഫാക്ടർ. ഇനിയും what are the objective factors? Objective factors are non-psychological factors which affect the consumption function. ഓക്കെ, നമ്മുടെ കൺസംഷനെ സ്വാധീനിക്കുന്ന ഇൻകം അല്ല, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സിനെയാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഒന്ന് കൺസ്യൂമർ ക്രെഡിറ്റ്. The availability of consumer credit increases the buying capacity of individual. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി, അതുപോലെ ഇൻകം സോഴ്സസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ കടമായിട്ടെങ്കിലും കൺസ്യൂം ചെയ്യും. കൺസ്യൂമർ ക്രെഡിറ്റ് അവൈലബിൾ ആണോ, ഓട്ടോമാറ്റിക് കൺസ്യൂം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കുറവാണോ, കൺസംഷൻ കുറയും. ഇൻട്രസ്റ്റ് റേറ്റ്. എ റിലേറ്റീവ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് മേ ഇൻഡ്യൂസ് പീപ്പിൾ ടു റെഡ്യൂസ് കൺസ്യൂം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടിയ ജനങ്ങൾ കൺസംഷൻ കുറക്കും, കംപ്ലീറ്റ് എമൗണ്ട് ബാങ്കിലിടും, അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഇൻഡ്യൂസ് പീപ്പിൾ ടു സേവ് മോർ. പിന്നെ ഇൻകം. സൈസ് ഓഫ് ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഡിറ്റർമിനിങ് ദ ലെവൽ ഓഫ് കൺസംഷൻ സ്വാധീനിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ഫാക്ടർ ഏതെന്ന് ചോദിച്ചാൽ ഇൻകമാണ്. ഇൻകം ഈസ് എൻ ഒബ്ജക്റ്റീവ് ഫാക്ടറാണ്. ഓക്കെ, ഇൻകം കൂടിയാൽ നമുക്കറിയാം ഇൻകം കൺസംഷൻ ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് അസോസിയേഷൻ, നമുക്കറിയാം ഇൻകം കൂടിയ കൺസംഷൻ കൂടും. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ഇൻകം ഫ്രം വെൽത്ത് ടു ലോവർ ഇൻകം ഹൗസ് ഹോൾഡ് വിൽ റിസൾട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് കൺസംഷൻ. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇനീക്വാളിറ്റി, അസമത്വം എക്കോണമിയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ സ്വാധീനിക്കും. ഇപ്പോൾ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായാൽ ദാറ്റ് മീൻ ഉള്ളവരെടുത്തുന്ന ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് ജനങ്ങൾ, പാവങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആയിട്ട് പെൻഷനും കാര്യങ്ങളും കൊടുത്താൽ, അങ്ങനെ നമ്മളൊരു ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മാറ്റം വരും. വെൽത്ത്. ഹൗസ് ഹോൾഡ് എബിലിറ്റി ടു കൺസ്യൂം ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് വെൽത്ത്. ജനങ്ങളുടെ വെൽത്ത് കൂടുകയാണ്. ഓക്കെ,
നമ്മുടെ വെൽത്ത് കൂടുതലാണെങ്കിൽ നമ്മുടെ കൺസംഷൻ കൂടും. അപ്പോൾ ഇൻകത്തെ പോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വെൽത്ത് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ. പിന്നെ സ്റ്റോക്ക് ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ്. വീട്ടിൽ കുറേ ഡ്യൂറബിൾ ഗുഡ്സ് നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്, നമ്മുടെ കൺസംഷൻ കുറയും. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് പിന്നെ കൺസെപ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വുഡ് ഇൻഡ്യൂസ് additional consumption expenditure, whereas capital loss reduce consumption. ക്യാപിറ്റൽ ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ, നമ്മുടെ എന്താ വെച്ചാൽ മൂലധനത്തിൽ ഉണ്ടാകുന്ന വർധനവും ഗെയിൻ എന്തെങ്കിലും നമുക്ക് ഗെയിൻ ഉണ്ടായാൽ നമ്മുടെ കൺസംഷൻ കൂടും. അതുപോലെ ലോസ് ഉണ്ടായാൽ കൺസംഷൻ കുറയും ചെയ്യും. പിന്നെ പ്രൈസ് ലെവൽ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ലെവൽ ആൻഡ് കൺസംഷൻ ഈസ് എൻ ഇൻവേഴ്സ്. പ്രൈസ് കൂടിയാൽ പിന്നെ എക്സ്പെൻഡിച്ചർ കുറയും, പ്രൈസ് കുറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കൂടും. അത് നമുക്ക് ലോജിക്കാണ്. വിൻഫാൾ ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ലൈക്ക് ലോട്ടറി ഒക്കെ. നമുക്ക് ലോട്ടറി അടിക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺസംഷനിൽ മാറ്റം വരും. ഓക്കെ, വിൻഫാൾ ഗെയിൻസ്. ഫിനാൻഷ്യൽ പോളിസീസ് ഓഫ് കോർപ്പറേഷൻ ഓർ ഗവൺമെൻറ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന പോളിസീസും നമ്മളെ എന്തിനെ ബാധിക്കുന്നു? കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ ബാധിക്കുന്നു. എക്സാമ്പിൾ എന്ത് പറയാം? ഇൻകം റിട്ടൻഷൻ, ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ്, റീഇൻവെസ്റ്റ്മെൻറ്റ് ടെൻഡ് ടു അഫക്റ്റ് ദ കൺസംഷൻ. അപ്പോൾ ഇൻകം റിട്ടൻഷൻ, അതുപോലെ ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ്, റീഇൻവെസ്റ്റ്മെൻറ്റ് ടെൻഡ് ടു അഫക്റ്റ് ദ കൺസംഷൻ. ഇങ്ങനത്തെ പോളിസീസൊക്കെ കോർപ്പറേഷൻ കൊണ്ടുവന്നാൽ അത് നമ്മുടെ കൺസംഷനെ ബാധിക്കും. പിന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടർ. കൺസംഷൻ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഏജ്, എഡ്യൂക്കേഷൻ, gender, family size, etc. Also significantly influence on consumption. അപ്പോൾ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സും നമ്മുടെ കൺസംഷനെ സ്വാധീനിക്കും. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ടു റൈസ് ദ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? നമ്മുടെ എക്കോണമിയിലെ കൺസംഷൻ വർദ്ധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് സ്റ്റാബിൾ ഇൻ ദ ഷോർട്ട് റൺ. ദ മെഷേഴ്സ് ടു റൈസ് ദ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആർ അപ്ലിക്കബിൾ ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഭാവിയിൽ ലോങ് റണ്ണിൽ നമുക്ക് എങ്ങനെ മെഷേഴ്സ്, എന്തെങ്കിലും വാട്ട് ആർ ദ മെഷേഴ്സ് നമുക്ക് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. നമ്മളെന്താ വെച്ചാൽ എക്കണോമിയിൽ റിച്ച് ആൻഡ് പുവർ എന്നുള്ള ഇൻകം ഗ്യാപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് ഈ ഉള്ളവൻ്റെ അടുത്തുനിന്ന് ക്യാഷ് നമ്മൾ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺട്രിബ്യൂഷനായിട്ട് വാങ്ങിയിട്ട് പാവങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻ ദെൻ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവിടെ അവരുടെ കൺസംഷൻ പ്രൊപ്പൻസിറ്റി കൂടും. Wage policy. The level of consumption economy can also increase in the long run if we have a long run wage policies designed in such a way as to provide high money wages with improvement in labor productivity. അപ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ള വേജ് പോളിസീസ് കൊണ്ടുവന്നാൽ ഇത്രയേ ഉള്ളൂ. പ്രോപ്പർ വേജ് പോളിസി മേ ഇൻഡ്യൂസ് കൺസംഷൻ. ഓക്കെ, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, അലവൻസ്, ഓൾഡ് ഏജ് പെൻഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും എക്കോണമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ലോങ് റണ്ണിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈസി കൺസ്യൂമർ ക്രെഡിറ്റ് അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക. ഓക്കെ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, കടം വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ വർദ്ധിക്കും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഏറ്റവും കൂടുതൽ കൺസംഷൻ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റും ടി വിയിലും മറ്റ് പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള അഡ്വർടൈസ്മെൻറ്റ് നമുക്കറിയാം. ഈവൻ യൂട്യൂബിലൊക്കെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്, കൺസംഷൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഹയർ എഡ്യൂക്കേഷൻ സെർവ്സ് ടു ഡെവലപ്പ് ദ എക്സ്പെൻസീവ് ടേസ്റ്റ് എമംഗ് ദ കൺസ്യൂമർ, ദസ് ഹെൽപ്പ് ദ റൈസ് ഓഫ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ വിദ്യാഭ്യാസം കൊടുത്താൽ അവർക്കൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് എന്നാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വർദ്ധിക്കും. പിന്നെ അർബനൈസേഷൻ. പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഈസ് എഫക്റ്റീവ് മെഷർ ടു റൈസ് ദ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ റൂറൽ ഏരിയയൊക്കെ എന്ത് ചെയ്യുക? അർബനൈസേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ വർദ്ധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. ദ മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഹെൽപ്പ് ഇൻ എക്സ്പാൻഷൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചാൽ പ്രൊപ്പൻസിറ്റി ടു പിന്നെ കൺസംഷൻ വർദ്ധിക്കും. കാരണം മാർക്കറ്റൊക്കെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ ഫെസിലിറ്റീസ് കൂടും, വാങ്ങൽ കൂടും, എക്സ്പെൻഡിച്ചർ കൂടും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ടെൻഡ് ടു റൈസ് ദ കൺസംഷൻ. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്
പിന്നെ മെഷേഴ്സ് ടു റൈസ് എ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഈ വീഡിയോയിൽ? ഫസ്റ്റ് നമ്മൾ എന്താണ് കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞു, പിന്നെ വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ കൺസംഷൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ.